വോട്ടെടുപ്പിന് മുമ്പേ കർദിനാൾമാരുടെ മനസ്സിലിരിപ്പ് പുറത്തായി, അവരുടെ ഉള്ള് പുറത്തായി. ഇന്നലെ വത്തിക്കാനിൽ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും കറുത്ത പുക ഉയരുന്നതും അവിടെ കൂടിയിരുന്നവരുടെ പ്രതികരണവും ആരവവും എല്ലാം നമ്മൾ കണ്ടതാണ്. വോട്ടവകാശമുള്ള 132 കർദിനാൾമാർ ഒരുമിച്ച് കൂടി അവർ ചേർന്നുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. എന്നാൽ നമുക്കറിയാം, കേവല ഭൂരിപക്ഷം എന്നതിനേക്കാൾ 2/3 ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ എന്നതിനാൽ ഇന്നലെ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് ഉയർന്ന കറുത്ത പുക സൂചിപ്പിക്കുന്നത് 2/3 ഭൂരിപക്ഷം ആർക്കും ലഭിച്ചില്ല എന്ന് തന്നെയാണ്. കോൺക്ലേവിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമെന്ന് ആരും പൊതുവെ പ്രതീക്ഷിക്കാറില്ല. കാരണം ചരിത്രം അങ്ങനെയാണല്ലോ. പക്ഷേ കോൺക്ലേവിന് മുമ്പ് തന്നെ കർദിനാൾമാർ ഒത്തുകൂടി മാർപ്പാപ്പ ആരായിരിക്കണമെന്ന്, അഥവാ എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണമെന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി. 10ലധികം തവണയാണ് കോൺക്ലേവിന് മുൻപ് അവർ ഒത്തുചേർന്നത്. അല്ലാതെ അവർ നേരെ കോൺക്ലേവിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പ്രവേശിക്കുകയായിരുന്നില്ല. വേണ്ട തയ്യാറെടുപ്പുകളോടും പ്രാർത്ഥനയോടും കൂടി പങ്കുചേർന്ന യോഗങ്ങളിലെല്ലാം വോട്ടവകാശമുള്ള കർദിനാൾമാർ ഉൾപ്പെടെ മറ്റ് കർദിനാൾമാരും പങ്കെടുത്തു. 20ലധികം പേർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അങ്ങനെ അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി. പാപ്പ ആരായിരിക്കണം, എങ്ങനെയുള്ള ആളായിരിക്കണം? പ്രധാനമായും ഉയർന്നു വന്ന ആശയങ്ങൾ ഇവയാണ്. 1. സംഭാഷണത്തിൻ്റെയും വ്യത്യസ്ത മത സാംസ്കാരിക ലോകങ്ങളുമായുള്ള ബന്ധം കെട്ടിപ്പിടിക്കലിൻ്റെയും മനുഷ്യനായ ഇടയനായിരിക്കണം പുതിയ പാപ്പ. 2. ദിശാബോധം നഷ്ടപ്പെട്ടതും ലോകക്രമ പ്രതിസന്ധിയാൽ മുദ്രിതവുമായ ഒരു മാനവരാശിക്ക് കൂട്ടായ്മയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കാനും പാലമായും വഴികാട്ടിയായും പ്രവർത്തിക്കുന്ന ആളാവണം. 3. ജനങ്ങൾക്കിടയിൽ സന്നിഹിതനും അവർക്ക് സമീപസ്ഥനുമായ ഒരു വ്യക്തിയാവണം. 4. ആളുകളുടെ സമൂർത്തമായ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടയനാവണം. കുടിയേറ്റക്കാരെക്കുറിച്ചും യോഗം പിന്നീട് ചർച്ച ചെയ്തു. അവരെ ഒരു ദാനമായി കാണണമെന്നും അവരുടെ വിശ്വാസത്തിന് താങ്ങാകേണ്ടത് ആവശ്യമാണെന്നും കർദിനാൾമാരുടെ യോഗം വ്യക്തമാക്കി. അതുപോലെ യുദ്ധങ്ങൾ, സഭയ്ക്കുള്ളിലും സമൂഹത്തിലും കാണപ്പെടുന്ന വിഭാഗീയത, സിനഡാത്മകത, കൂട്ടായ്മയുടെ സഭാവിജ്ഞാനീയം, ക്രൈസ്തവ അവാന്തര വിഭാഗങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളി എന്നിവയെക്കുറിച്ചും ഈ യോഗത്തിൽ പരാമർശിക്കപ്പെട്ടു. കൂടാതെ തിങ്കളാഴ്ച രാവിലെ നടന്ന 10ാമത് യോഗത്തിൽ 179 കർദിനാൾമാർ ആയിരുന്നു പങ്കെടുത്തത്. അവരിൽ 132 പേരും വോട്ടവകാശമുള്ളവരായിരുന്നു. ഈ യോഗം ചർച്ച ചെയ്തത് ക്യാനൻ നിയമം, വത്തിക്കാൻ സംസ്ഥാനത്തിൻ്റെ ദൗത്യം, സഭയുടെ പ്രേക്ഷിത സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഒപ്പം സഭ സ്വയം ഒതുങ്ങിക്കൂടാതെ ദൈവരഹസ്യത്തിൻ്റെ സജീവ അനുഭവത്തിലേക്ക് ഓരോ സ്ത്രീയെയും പുരുഷനെയും കൈപിടിച്ച് നടത്തണമെന്നും ഈ യോഗം ഊന്നി പറഞ്ഞു. ഇത്രയേറെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഓരോ കർദിനാൾമാരും കോൺക്ലേവിനെ സമീപിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളും ഏറെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ തങ്ങളുടെ പുതിയ മാർപ്പാപ്പായ്ക്കായി കാത്തിരിക്കുന്നു. അതുപോലെ പാപ്പാസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആരാണോ അവർ ഈ തീരുമാനങ്ങളെല്ലാം, യോഗങ്ങളിൽ സംസാരിച്ചിട്ടുള്ള തീരുമാനങ്ങളെല്ലാം മനസ്സിലേറ്റിക്കൊണ്ടാവും ആ ഒരു സ്ഥാനത്തേക്ക് പ്രവേശിക്കുക. പേരുകൾ ഒരുപാട് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ്. ഫ്രാൻസിസ് പാപ്പയുടെ തെരഞ്ഞെടുപ്പും അതിന് ഉദാഹരണമാണല്ലോ. അന്നത്തെ കോൺക്ലേവിന് മുൻപായി മുൻനിരയിൽ ഉയർന്നു കേട്ട പേരുകളിലൊന്നും അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. പുതിയ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ദൈവിക തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.